അപ്പോൾ ഈ ഒരു 10 വർഷക്കാലം നിങ്ങൾക്കിവിടെ എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇവിടെ വട്ടപൂജ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന്. കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മലപ്പുറത്ത് ഇങ്ങോട്ട് വരുന്ന എൻ്റെ യാത്രയിൽ റീൽസ് നോക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പ്രിയപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് അവറുകളുടെ റീൽസിൽ വളരെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊരു പേടിയില്ല ബേപ്പൂർ മത്സരിക്കാൻ, ഇതെൻ്റെ നാടാണ്, ഞാൻ ജനിച്ച എൻ്റെ മണ്ണാണ്, ഇവിടെയുള്ള ഓരോ സ്ത്രീ പുരുഷ ജനങ്ങളെയും എനിക്ക് അവരുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പറിയാൻ സാധിക്കുമെന്ന്. ആ തുടിപ്പറിയുന്ന മനുഷ്യനാണ് 4 അപരന്മാരെ വെച്ച് നമ്മുടെ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ 6ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പേടിയില്ല. നമുക്ക് മനസ്സിലായല്ലോ, പേടിയില്ലാത്തൊരു മനുഷ്യൻ 6ാമത്തെ സ്ഥാനത്താണ്. നമുക്ക് പേടിയുണ്ടോ? പേടിയില്ല. നമുക്കിന്ന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സ്വന്തം ചിഹ്നം. എന്താണ് ആ ചിഹ്നം? പാചകവാതകം അല്ലേ, ഗ്യാസ് സിലിണ്ടർ. അതിൻ്റെ അവസ്ഥ എത്രത്തോളം നമുക്കറിയാം. ഇന്ന് ബുക്ക് ചെയ്താൽ എന്ത് വരും എന്നറിയാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് റിയാസ് കടന്നു പോകുന്നത്. 9-ാം തീയതി തനിക്ക് വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് ഇന്ന് തന്നെ തീരുമാനിക്കാൻ സാധിക്കും. കാരണം ജയിക്കില്ല, നമ്മളിവിടെ ജയിപ്പിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിലുണ്ട് 10 വർഷത്തോളം അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെയിൻ്റ് അടികളും ഒരുപാട് കളർ ബൾബുകളും. നല്ല ഭംഗിയാണ് രാത്രി ആ പാലത്തിലൂടെ പോകുമ്പം കാണാൻ. എന്താ ഭംഗി! എന്ത് ചെയ്തു? 1 കോടിയിലേക്ക് മേലെ ഞാൻ അതിൽ പണം മുടക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു ബൾബിന് എത്ര വില നമുക്കറിയാം, ഒരു ബക്കറ്റ് പെയിൻറ്റിന് എത്ര വില നമുക്കറിയാം. ഇത് US എന്നോ UK എന്നോ കൊണ്ടുവന്ന പെയിൻ്റാണോ, ബൾബാണോ? അല്ല. ട്രാവലിംഗ് എക്സ്പെൻസും അതിൻ്റെ എക്സ്ട്രാ ചാർജും എസ്റ്റിമേറ്റും എല്ലാം എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം എന്താ അവിടെ കാണിച്ചിട്ടുള്ളത്? ഒന്നും കാണിച്ചിട്ടില്ല. തൊട്ടടുത്ത് തീരദേശ പ്രദേശമാണ്. ഉപ്പ് ചോദിക്കാത്തൊരു വെള്ളം നമുക്ക് കുടിക്കണം. കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു വലിയൊരു വാട്ടർ ടാങ്ക് അവിടെ പണിത് വെച്ചിട്ടുണ്ട്. കാലങ്ങളായി ഒരു സ്മാരകം പോലെ അവിടെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്, നമ്മളെക്കാളും മുകളിൽ. എന്തെങ്കിലും ഒരു മാറ്റം അതിന് അദ്ദേഹം കൊണ്ടുവരാൻ സാധിച്ചു? എല്ലാ തവണയും മാറ്റങ്ങൾ വരുമെന്ന് പറയുന്നതല്ലാതെ നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു മാറ്റം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ? റോഡും തോടുമല്ലാതെ മനുഷ്യനാവശ്യമായ ഒരു സംരംഭം തുടങ്ങിയ സംരംഭങ്ങൾ പൂട്ടിക്കുക എന്നല്ലാതെ ഒരു തുടക്കം ഇന്നുവരെ കുറിച്ചിട്ടില്ല.